പുനർജനി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശനെതിരായ എല്ലാ തെളിവുകളും വിജിലൻസിന് കൈമാറിയിരുന്നുവെന്ന് പരാതിക്കാരനായ PS രാജേന്ദ്രപ്രസാദ്. എന്നാൽ ഭരണം മാറിയതോടെ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ സംരക്ഷിക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായ രാജേന്ദ്രപ്രസാദ് ആരോപിച്ചു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പുനർജനി തട്ടിപ്പിനെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കണ്ടെത്തിയ വിജിലൻസ് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരുന്നതായും രാജേന്ദ്രപ്രസാദ് ചൂണ്ടിക്കാട്ടി. പുനർജനി പദ്ധതി എന്ന പേരിൽ ദുരന്തബാധിതരെ സഹായിക്കാനെന്ന വ്യാജേന പണം പിരിച്ച് തട്ടിപ്പ് നടത്തിയെന്ന പരാതിക്ക് പിന്നാലെ വി.ഡി. സതീശനെതിരെ എല്ലാ തെളിവുകളും വിജിലൻസിന് കൈമാറിയിരുന്നതായി പരാതിക്കാരിൽ ഒരാളായ PS രാജേന്ദ്രപ്രസാദ് പറഞ്ഞു. FCRAയുടെ ലംഘനമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് വിദേശത്ത് പോയി പിരിച്ച വീഡിയോ ഞങ്ങൾ രേഖാമൂലം കൊടുത്തിട്ടുണ്ട്. കൂടാതെ വി.ഡി. സതീശൻ പറവൂര് നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ വിവിധ രാജ്യങ്ങളിൽ പോയി ഞാൻ പിരിവ് നടത്തിയെന്ന് പറയുന്ന വീഡിയോ, ഇത് രണ്ടും ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് നമ്മൾ കൊടുക്കേണ്ടത്? അന്വേഷണത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കണ്ടെത്തിയ വിജിലൻസ് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഷ്ട്രീയ മര്യാദയുടെ ഭാഗമായാണ് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്വേഷണം CBIക്ക് വിടാതിരുന്നതെന്നും മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായ രാജേന്ദ്രപ്രസാദ് ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് ലാസ്റ്റ് പീരീഡായിരുന്നു ഈ റിപ്പോർട്ട് കൊടുക്കുന്നത്. അന്ന് പിണറായി സഖാവ് കാണിച്ചൊരു മര്യാദയാണ് അന്ന് CBIക്ക് വിടാതെ പോയത്. കാരണം ഒരു ഇലക്ഷൻ്റെ മുഖാമുഖം നിൽക്കുമ്പോൾ ഒരു വിജിലൻസ് കൊടുത്തൊരു റിപ്പോർട്ട് അനുസരിച്ച് അത് CBIക്ക് വിടാൻ അദ്ദേഹം അന്ന് തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് രാഷ്ട്രീയമായിട്ട്, അപ്പോൾ അദ്ദേഹം അത് അടുത്ത ഗവൺമെൻറ് വന്നിട്ട് തീരുമാനം എടുക്കട്ടെ എന്ന് കരുതിയാണ് പെൻഡിങ്ങിൽ വെച്ചത്. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം തിരുവനന്തപുരത്തെ വിജിലൻസ് റിപ്പോർട്ട് അനുസരിച്ച് CBIക്ക് വിടുക എന്നുള്ളതാണ്. വി.ഡി. സതീശന് തട്ടിപ്പിൽ പങ്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് നൽകാൻ വിജിലൻസിന് അവകാശമില്ലെന്നും വിദേശത്തുൾപ്പെടെ നടന്ന തട്ടിപ്പായതിനാൽ അന്വേഷണം നടത്തേണ്ടത് കേന്ദ്ര ഏജൻസിയാണെന്നും രാജേന്ദ്രപ്രസാദ് വ്യക്തമാക്കി. ഇവർക്ക് പങ്കില്ലെന്ന് പറയാനുള്ള അവകാശം എന്താണ്? കേരളത്തിലെ വിജിലൻസിന് ഇതിൽ സതീശന് പങ്കില്ല എന്ന് പറയാൻ ഇത് വിദേശത്ത് നടന്നൊരു സംഭവമല്ലേ? അപ്പോൾ വിദേശത്ത് വി.ഡി. സതീശൻ്റെ അന്നത്തെ യാത്ര, ആ യാത്രയെക്കുറിച്ച് അറിയാനായിട്ട് അദ്ദേഹത്തിൻ്റെ അന്നത്തെ പാസ്പോർട്ട് പിടിച്ചു വെച്ച് എവിടെയൊക്കെ പോയി എന്ന് അന്വേഷിച്ച് എവിടെയൊക്കെ ആ കിട്ടിയ ഫണ്ട് എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു എന്നൊക്കെ അന്വേഷിക്കണ്ടേ? ആ ഫണ്ട് എന്ത് ചെയ്തു എന്നറിയണ്ടേ? കൈരളി ന്യൂസ്, കൊച്ചി.